എന്താണ് കൊല്ലത്ത് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നടന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു വരാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ 1917 സ്ഥാപിച്ച സ്കൂളാണ്. CP കരുണാകരൻ പിള്ള എന്ന CPM-ന്റെ നേതാവ് ഏറെക്കാലം ഈ സ്കൂൾ വളരെ കൃത്യമായി തന്നെ മാനേജ് ചെയ്ത ഒരു ചരിത്രമുണ്ട്. എന്താണ് ഈ സ്കൂളിൽ സംഭവിച്ചതെന്ന് നോക്കാം. ക്ലാസ് ആരംഭിക്കുന്നത് 9 മണിക്കാണ്. 9 മണിയാണ് ഇവിടെ അധ്യയന സമയം. സാധാരണ നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഉള്ളതുപോലെ തന്നെ 9 മണിക്ക് മുമ്പ് തന്നെ കുട്ടികൾ ഈ ക്ലാസ് മൈതാനത്തേക്ക് വരികയും ഒരു റൗണ്ട് കളി കളിച്ചതിന് ശേഷം സ്കൂളിൽ ക്ലാസ് മുറിയിലേക്ക് പോവുകയും ചെയ്യലായിരിക്കുമല്ലോ പതിവ്. മിഥുനോടൊപ്പമുള്ള കുട്ടികളും ഈ സ്കൂൾ ഷെഡിൻ്റെ സൈക്കിൾ ഷെഡിന് താഴെ സൈക്കിൾ കൊണ്ട് വെച്ചതിന് ശേഷം മുറ്റത്ത് കളിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. 8:30 8:30ക്കും 9 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഈ കുട്ടികൾ പുറത്ത് ഈ മൈതാനത്ത് സ്കൂൾ ഷെഡിൻ്റെ സൈക്കിൾ ഷെഡിന് മുൻപിലുള്ള മൈതാനത്ത് കളിക്കുന്നുണ്ട്. ആ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ്റെ ചെരുപ്പ് ഈ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് വീഴുകയാണ്. പ്രേക്ഷകർക്ക് കാണാം, ഈ സൈക്കിൾ ഷെഡിന് മുകളിൽ ഒരു ബെഞ്ചൊക്കെ ഇരിക്കുന്നത് കാണാം. ആ ബെഞ്ചൊക്കെ അവിടെ കൊണ്ടിട്ട സമയത്ത് ഈ ഷോക്ക് അടിക്കാഞ്ഞത് ഭാഗ്യമെന്നേ പറയണ്ടു. അതും പ്രേക്ഷകർക്ക് കാണാം. ഒരു ബെഞ്ച് അവിടെ എടുത്തിട്ടിട്ടുണ്ട്, അവിടെ ചില സാധനങ്ങൾ കിടപ്പുണ്ട്. അതിനിടയിൽ കളിച്ചൊരു ചെരുപ്പ് ഈ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഈ സ്കൂൾ ഷെഡിന് മുകളിലേക്ക് വീഴുന്നുണ്ട്. ക്ലാസ്സിനുള്ളിൽ നിന്നും പലകയുടെ ഇടയിലൂടെ ഈ ഷെഡിലേക്ക് കയറുകയാണ് മിഥുൻ. ആ സമയത്ത് കൂട്ടുകാരൻ്റെ ചെരുപ്പാണ്, സ്വന്തം ചെരുപ്പ് പോലുമല്ല. അങ്ങനെ മിഥുൻ കൂട്ടുകാരുടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പലകയുടെ ഇടയിലൂടെ ഷെഡിലേക്ക് കയറുന്നു. ആ സമയത്ത് നല്ല മഴ പെയ്ത് കിടക്കുന്ന സമയമാണ്. GI ഷീറ്റാണ്. ആ GI ഷീറ്റിൽ കാല് ചവിട്ടുന്ന സമയത്ത് കാലൊന്ന് വഴുക്കുന്നതോടുകൂടി തൊട്ട് മുകളിലൂടെ കടന്നു പോകുന്ന ലൈൻ ഇലക്ട്രിക് ലൈൻ ആണ് എന്നത് ഓർമ്മിക്കാതെ 440 വാട്ട് വൈദ്യുതി ലൈനുണ്ട്. ആ 440 വാട്ട് വൈദ്യുതി ലൈനിലേക്ക് കയറി കൈ പിടിക്കുക ചെയ്യുന്നത്. അങ്ങനെ കൈ പിടിക്കുന്ന സമയത്ത് ഷോക്കേറ്റ് മിഥുൻ വീഴുന്നതും അപ്പോഴും വൈദ്യുതി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ വൈദ്യുതി ലൈനിലേക്കാണ്. അതോടുകൂടി ആ നിമിഷം തന്നെ ജീവൻ നഷ്ടപ്പെടുന്നു. വായിൽ നിന്ന് നുരയും പതയും വരുന്നു. വൈദ്യുതി ലൈനുകൾ വലിച്ചത് 40 വർഷം മുമ്പാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സൈക്കിൾ ഷെഡ് നിർമ്മിച്ചത് 9 വർഷം മുമ്പാണ് എന്നാലോചിക്കണം. അത്രയും കാലം ഇത് അപകടകരമായ ഒരു അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, 9 വർഷം മുമ്പ് ഇതേ ഷെഡ് അപകടകരമായ രീതിയിൽ 440 വാട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന കേബിളിൽ ഉണ്ടായിരുന്നു കേബിളിന് തൊട്ട് താഴെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.